നമസ്കാരം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി നേടാൻ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തിയ കേസിൽ സ്വപ്ന സുരേഷിന് തിരിച്ചടി. സ്വപ്നയ്ക്ക് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയ രണ്ടാം പ്രതി അമൃത്സർ സ്വദേശി സച്ചിൻ ദാസ് തന്നെ മാപ്പ് സാക്ഷിയാക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നതോടെയാണിത്. കേസിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന തന്നെ മാപ്പ് സാക്ഷിയാക്കണമെന്നാണ് തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സച്ചിൻ ദാസ് ഹർജി നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 16-ന് ഹർജിയിൽ കോടതി വാദം കേൾക്കും. തിരുവനന്തപുരം 3ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീലക്ഷ്മിയുടേതാണ് ഉത്തരവ്. സ്വപ്നയ്ക്ക് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയ രണ്ടാം പ്രതി അമൃത്സർ സ്വദേശി സച്ചിൻ ദാസ് ഹർജി നൽകിയിരിക്കുന്ന കേസിൽ അതേസമയം എം ശിവശങ്കറിനെ പ്രതി ചേർത്തിട്ടില്ല. കാന്റോൺമെന്റ് പോലീസാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KSITL-ൽ മഹാരാഷ്ട്രയിലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് സ്വപ്ന ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ ജോലിക്ക് കയറുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നതോടെ സ്വപ്നയുടെ ബിരുദത്തെപ്പറ്റി സംശയം തോന്നിയ സർക്കാർ ബിരുദം വ്യാജമാണോ എന്ന് തിരക്കാൻ KSITL-നോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് നൽകിയ ഉപകരാർ പ്രകാരം വിഷൻ ടെക്നോളജീസിന്റെ ജീവനക്കാരിയായിട്ടായിരുന്നു സ്വപ്ന സുരേഷ് KSITL-ൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. ഈ വർഷം ജൂലൈ 20-ന് ഇതിനിടെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ അങ്ങനെയൊരു ഡിഗ്രി തങ്ങൾ നൽകിയിട്ടില്ല എന്ന് കാന്റോൺമെന്റ് പോലീസിനെ ഇമെയിൽ വഴി അറിയിച്ചു. ആ വർഷമോ അതിനടുത്ത വർഷങ്ങളിലോ സ്വപ്ന സുരേഷ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല എന്ന് പോലീസിനെ സർവകലാശാല രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. സ്വപ്നയുടെ വ്യാജ സർട്ടിഫിക്കറ്റിലെ സീരിയൽ നമ്പർ 104686 ഫോർമാറ്റ് യൂണിവേഴ്സിറ്റിയുടേതിന് തത്തുല്യമല്ല എന്നും രജിസ്ട്രാർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ യോഗേഷ് പാട്ടീൽ ഇതേ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് സാക്ഷ്യപ്പെടുത്തി നൽകുകയാണ് ഉണ്ടായിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ കൊമേഴ്സ് കോഴ്സ് നടത്തുന്നില്ല. സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ നമ്പറും റോൾ നമ്പറും യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിലുള്ളതും സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ നമ്പറും റോൾ നമ്പറും യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിലുള്ളതുമല്ല. വ്യാജ സർട്ടിഫിക്കറ്റിനായി ഇടനിലനിന്ന രാജേന്ദ്രൻ തന്റെ അക്കൗണ്ടിൽ നിന്ന് 32,000 രൂപ പ്രതിയുടെ അമൃത്സറിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചതിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടക്കുകയാണ്. സച്ചിൻ ദാസിന്റെ പഞ്ചാബിലെ വസതി പരിശോധിച്ച് കേസിനാവശ്യമായ തെളിവുകൾ പോലീസ് ശേഖരിക്കുകയുണ്ടായി. സച്ചിന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിക്കുകയും ചെയ്തു. സച്ചിൻ ദാസ്, ദീക്ഷിത് മെഹ്റ എന്നിവർ സംയുക്തമായാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച ശേഷം അത് രാജേന്ദ്രൻ കൈപ്പറ്റുകയും പിന്നീട് അത് സ്വപ്ന അഭിമുഖ സമയത്ത് KSITL-ൽ സമർപ്പിക്കുകയുമാണ് ഉണ്ടായത്. സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സ്വപ്ന സുരേഷ് നശിപ്പിച്ചു കളഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതിനാൽ സ്വപ്നയ്ക്കെതിരെ IPC 201 കൂടി പോലീസ് ചുമത്തിയിരുന്നു. സ്വപ്ന സുരേഷ് KSITL-ൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ ജോലി തരപ്പെടുത്തിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് എന്നും അത് നിർമ്മിച്ചു നൽകിയത് സച്ചിൻ ദാസ് ആണെന്നും കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. നിരവധി സാക്ഷിമൊഴികളും രഹസ്യമൊഴികളും പിടിച്ചെടുത്ത രേഖകളും ഉൾപ്പെടുന്നതാണ് സ്വപ്നയ്ക്കെതിരെയുള്ള കുറ്റപത്രം.